ഹായ് ഗായ്സ്, എല്ലാവർക്കും ഫിഷിംഗ് സോഴ്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ രണ്ടാമത്തെ ഫിഷിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മളിന്ന് സ്ലിംഗ് ഷോട്ട് വീഡിയോ തന്നെയാണ് കൊണ്ടുവരുന്നത്. സ്ലിംഗ് ഷോട്ട് വീഡിയോ, അതിൻ്റെ കൂടെ ഒരു നൈറ്റ് ഫിഷിങ്, അതൊക്കെ ആയിട്ട് മിക്സ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. 2-3 ദിവസം ചേർന്നിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് ഇത് പുറകെ കാണുന്ന നമ്മുടെ ഈറോഡ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ഡ്യൂട്ടി ടൈമാണ്, അതിൻ്റെ ഇടക്കാണ്. ഇപ്പോൾ പണി കഴിഞ്ഞ കാരണം ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച്. ഫിഷിങ്ങിന് പോയപ്പം ഇൻട്രോ ഒന്നും എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. പിന്നെ 2-3 ദിവസത്തെ വീഡിയോ ഒരുമിച്ച് ചേർത്താണ് ഇടുന്നത്. വേറൊന്നുമില്ല, നമുക്ക് ഒരു ദിവസം കൊണ്ട് ഒരു വീഡിയോക്കുള്ള മീൻ പിടിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവിടെ മീൻ പിടിച്ചു കഴിഞ്ഞാലും നമ്മൾ കറിക്കുള്ളത് എടുത്താലും പിന്നെ അത് കഴിഞ്ഞ് കൊടുക്കാനും അതിങ്ങനെ ആൾക്കാർ മേടിക്കത്തില്ല. മുഷി എന്ന് പറഞ്ഞ സാധനം ഇവിടെ അങ്ങനെ തമിഴ്നാട്ടിൽ, ഇവിടെ നമ്മുടെ ഈ റോഡിൽ അങ്ങനെ ആരും അങ്ങനെ മേടിക്കത്തില്ല. അത് കാരണം ഉള്ള മീൻ മൊത്തം വെറുതെ പിടിച്ച് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്താണ് 2-3 ദിവസമായിട്ട് പോയിട്ട് കുറച്ച് വെച്ച് പിടിച്ച് നമ്മൾ നേരെ എടുക്കണം. പിന്നെ ഇവിടുത്തെ മലയാളിയായിട്ടുള്ള ആൾക്കാർ ഇടയ്ക്ക് മീൻ മേടിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് 2-3 ദിവസത്തെ വീഡിയോ മിക്സാക്കി ഇടുന്നത്. അപ്പോൾ ഏതായാലും പറഞ്ഞൊത്തിരി സമയം കളയണില്ല. എല്ലാവരും പോയി വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം പറ്റുന്ന എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടണം കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷോട്ട് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ മീനുണ്ടാകുമെന്ന് നോക്കിയിട്ടില്ല, കാരണം ചെന്നാൽ ഉടനെ തന്നെ മീൻ ഓടണ ഒരു അവസ്ഥയാണ് ഇവിടുത്തെ. വെള്ളം ഭയങ്കര തെളിവാണ്. അത് കാരണം നമുക്ക് ഏതായാലും പയ്യെ പോയി നോക്കാം. വീഡിയോ എടുക്കണ ആദർശമാട്ടോ. ആകാശ് നാട്ടിൽ പോയിട്ടാണ്, നമ്മൾ രണ്ടും മാത്രമേ ഇളയാതെ നമുക്ക് പോയി അടിച്ചു നോക്കാം. വല്ല കിട്ടും. കാണുമ്പോഴേ ഓടുമല്ല. അപ്പോൾ ഒരു കിലോക്കിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മേളിന്ന് അടിക്കുന്നത് അത്യാവശ്യം നല്ല പൈസയുള്ളതാണ്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു വഴിയാ ഇവിടെ വായും തുറന്നിരിക്കണതൊക്കെ. അടിപൊളി പൈസ സിലോപ്പിന് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഏതായാലും കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു സൈസ് ഉണ്ട് കേട്ടോ. സൈസ് ഒരു സിലോപ്പിയ അടിച്ചു കയറിയേക്കണ നോക്ക്. കണ്ണുവഴി കയറി ചെകിള വഴി ഇറങ്ങി ഇങ്ങനെ വന്ന്. കണ്ണിൻ്റെ നേരെ താഴെ വഴി. ഏതായാലും നമുക്ക് ഇവനെ കയ്യോടെ എടുത്ത് കൂടിനകത്തേക്ക് ഇട്ടിട്ട് അടുത്ത ഷോട്ടിലോട്ട് പോയേക്കാം. നാട്ടു വിടട്ടെ. റെഡ് ആർട്ടിൻ്റെ അവനെയൊക്കെ പോയി കേട്ടോ. അടിച്ചടിച്ചുള്ള കല്ല മൊത്തം, പാറയെ മൊത്തം അടിയിൽ. അത് കാരണം ഇഞ്ചൊക്കെ പോയി. പുതിയൊരു ഡാർട്ട് മേടിക്കണം. എപ്പോഴേലും ഗായ്സ്. അപ്പോൾ ഇവിടെ ഭയങ്കര ഹൈറ്റ് ആയതാണ്. നമ്മളെ നിൽക്കണ ഏരിയയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുള്ളൂ. മീനെണ്ണത്ത് കാണുമ്പോൾ തന്നെ ഓടിക്കളയുക. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് അടുത്തൊരു സ്പോട്ടിലോട്ട് പോകാൻ പോകാം. നമ്മൾ ഇടയ്ക്ക് ഇതിനു മുമ്പ് പോയ സ്പോട്ടാണ്. അതായത് ഇനിയിപ്പോൾ അവിടെ പോയി നോക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നേരെ അങ്ങോട്ട് പോകും. ആർച്ചപ്പതേ ബിസ്ക്കറ്റ് പൊട്ടിക്കണുണ്ട്. ഞങ്ങളപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാൻ പോവുകയാണ് ആദ്യം. അത് കഴിയുമ്പോൾ മിച്ചർ കഴിക്കാം. നമ്മൾ മീൻ പിടിക്കാൻ വന്ന സ്പോട്ടിൽ വെള്ളത്തിൽ പശു വന്ന് ഇറങ്ങിപ്പോട്ടോ. പശു നിൽക്കണമെന്നും ഒരു വിഷയമല്ല കേട്ടോ. അതിന് കാഴ്ചവട്ടിൽ കൂടെ സിലോപ്പി ഓടി കിടക്കണത്. ഇതാണ് സ്പോട്ട്. ഏതായാലും ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫുഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പരിപാടി തുടങ്ങുക കേട്ടോ. ഇനിയിപ്പോൾ ഏതായാലും മീനിനെ നോക്കി അടിയങ്ങ് കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. കിട്ടിയാൽ ഭാഗ്യം എന്ന് പറയാം.
ഗ്യാസ് അങ്ങനെ അടുത്ത ഒരെണ്ണത്തിന് അടിച്ചിരിക്കുന്നു. കറക്റ്റ് അടിയാ. ഏതല്ല അടി, അടിയുടെ ഒരു പവറേ. നമ്മൾ തിരിച്ചു വരും. ചെറുതാ കേട്ടോ, കുഴപ്പമില്ല, ചെറുതെങ്കിൽ ചെറുത്. നേരെ കവറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അടുത്ത് നോക്കാം. കിട്ടും. അവർക്ക് കൊണ്ടില്ലെന്ന് ഇല്ലടാ, പോയില്ലടാ, വലുതാടാ, അത്യാവശ്യം വലുതാ. അടുത്ത വൈകിട്ടാ. എത്ര നേരം നോക്കി നിന്നിട്ടാണെന്നറിയോ, ആളെ കാണുമ്പോൾ ഇതെല്ലാം തെളിഞ്ഞ വെള്ളമായിട്ട് കിടക്കണം ആ ഒരു ഭാഗത്ത്. അത് കാരണം ആളെ കാണുമ്പോൾ തന്നെ ജെറ്റ് സർവീസാണ് അവിടെ ചുറ്റി കിടങ്ങി. അടിപൊളി ഒരു സിലാപ്പി, നല്ലത്. ഉള്ള ചുറ്റും മൊത്തം ചുറ്റിയിട്ടുണ്ട്, ഇനിയും ചുറ്റും. ഇപ്പോൾ പറഞ്ഞാൽ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു കാട് വഴിയൊക്കെ കയറിപ്പോയി അടിച്ചതാണ്. ആദർശം ഇപ്പോൾ അപ്പുറത്തേക്ക് വന്നില്ലേ, അടുത്തൊരു സിലാപ്പി വെച്ചിട്ടുണ്ട്. കൊള്ളാം, നല്ല അത്യാവശ്യം നല്ല പൈസ. എങ്ങനെ ഊരൂടാ അടുത്തവനെ കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ, സെയിം സ്പോട്ടിൽ നിന്ന് തന്നെ. ഇപ്പം മുഷറാട്ടോ, ഉറുമ്പ് കടിച്ചിട്ട് നാശാക്കി. അടുത്തവൻ പിന്നെ ആയിട്ട് അങ്ങ് വരാം, സമയം എങ്ങനെ കിട്ടിയിടാണ്. ഗൈസപ്പതേ ഇപ്പം അടിച്ചത് ഡാറ്റ് കയറിയേക്കണ വെച്ച് സിലോപ്പിയുടെ കളിയാണ് കേട്ടോ. ഇന്ന് മൊത്തം രാത്രി നമ്മൾ മുഷിക്കും വേണ്ടിയും ടാർഗറ്റ് ചെയ്ത് അങ്ങ് ഇറങ്ങാൻ പോവുക. അങ്ങനെ വീടെടുക്കലും നടക്കുള്ളൂ. അപ്പോൾ പകലത്ത് നമ്മുടെ സ്വിങ് ഷോട്ട് പരിപാടിയൊക്കെ ഒതുക്കി ഇപ്പോൾ രാത്രി ആയപ്പോൾ നമ്മൾ കോഴിക്കോടിൽ ഇടാൻ വന്നേക്കുക കേട്ടോ. നമ്മൾ ഡബിൾ ഹുക്ക് ആയിട്ട് ഇടണത്, ഒരു ഹുക്ക്, പിന്നെ ഇടക്കായിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വെയിറ്റിന് വേണ്ടി ഒരു മണി, ജസ്റ്റ് ഇറങ്ങിയാൽ പോകാൻ വേണ്ടി. കോഴിക്കോടിലായ കാരണം പോവും, നമ്മൾ ബൈക്കാസ്റ്റ് യൂസ് ചെയ്യണത്. പിന്നെ ഒരു പേരിനൊരു മണി ഇട്ടെന്നേ ഉള്ളൂ. പിന്നെ തീറ്റ കോഴിക്കോടിലെടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കാണിക്കാത്തത് എല്ലാവർക്കും സാധനം അങ്ങനെ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. നമ്മൾ മുഷീനാണ് ടാർഗറ്റ് ചെയ്യണത്. വല്ലതും കിട്ടുമോ ഇല്ലെന്നൊന്നും ഉറപ്പില്ല. കിട്ടിയാൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ഇട്ട് നോക്കാം. ഓക്കെ, കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് ഒരെണ്ണം അടിച്ചിട്ടുണ്ട്. എന്തോ കൊള്ളാം. ശോ, എത്ര നേരം കാത്തിരുന്നിട്ടാ. 2 ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയി കേട്ടാ. 2 ചൂണ്ട പൊട്ടിച്ചോണ്ട് പോയിട്ട് ഇപ്പോൾ ഒരെണ്ണം കിട്ടണത്. എൻ്റെ ദൈവമേ, ഇതിപ്പുറം എടുത്തടാ.
നൈറ്റ് നമുക്ക് അടിച്ചൊരു മെഷീൻ. 1 കിലോ സൈസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മെഷീൻ. 1 കിലോ പ്ലസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഏതായാലും വന്നത് വെറുതെ ആയില്ല കേട്ടോ. എത്ര നേരം ഇരുന്നെന്നറിയാമോ? 7 മണിയായിട്ട് വന്നപ്പോൾ ഇരുന്നത്. ഇപ്പോൾ ഏതാണ്ട് 9 മണി കഴിഞ്ഞു. 2 ചൂണ്ട പൊട്ടിച്ചുകൊണ്ട് പോയി. പിന്നെ നമ്മൾ ലീഡർ ലൈനൊക്കെ ഇട്ട് വേറെ ചൂണ്ട കെട്ടി കൊളുത്ത് ഊരിയെടുക്കുക. എടാ അടുത്തോട്ട് കൊണ്ടുവന്ന് ലൈറ്റ് അടിച്ചാൽ സെക്കൻഡ് വൺ നൈറ്റ് ഫിഷിങ്ങിലെ രണ്ടാമത്തെ മെഷീൻ അടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ആ കൂട് ഗ്രിപ്പർ ഇനി എടുത്തോ. ആദ്യം കിട്ടിയതിനെല്ലാം കുറച്ചുകൂടെ സൈസ് ചെറുതാട്ടാ. ഐറ്റം പഠിച്ചു കേട്ടോ ഗ്രിപ്പറൊക്കെ വരെ. നീ എൻ്റെ അസിസ്റ്റന്റ് തന്നെ. ഇപ്പം അടിച്ചത് രണ്ടാമത്തെ അടിച്ചത്. ആദ്യത്തെ അടിച്ച് വലിയ സമയമൊന്നും ആയില്ല കേട്ടോ. നമ്മൾ ലീഡർ ലൈൻ അങ്ങ് കയറ്റി കഴിഞ്ഞപ്പോൾ സെറ്റായി. ഇപ്പോൾ ലീഡർ ലൈനെ തന്നെ കേട്ടോ കൊളുത്തും കെട്ടിയേക്കണത്. കൊളുത്ത് ഞാൻ റിമൂവ് ചെയ്തേക്കാം. അതെ കൊളുത്ത് കയറിയേക്കണം. നോക്കി കണ്ണിലട കയറി. പൊന്നു മോനെ അവിടെ അടങ്ങിയില്ല. കൊളുത്തം കണ്ടോ തെറിച്ച് പോയി. അവിടെ വന്നു അവിടെ കിടപ്പുണ്ട്. അതെ രണ്ടാമത്തെ മീൻ. ഇവനെ എടുത്തിട്ടിട്ട് നമുക്ക് അടുത്ത മീനെ പിടിച്ചേക്കാം. വീഡിയോ എടുക്കണം. ശരി ഗൈസ്, ഞങ്ങൾ കട്ട വെയിറ്റിംഗാണ് കേട്ടോ. കട്ട വെയിറ്റിങ്. 2 എണ്ണം അടിച്ച് കയറി. മാക്സിമം പറ്റാൻ മാത്രം പിടിക്കും. മൊത്തം തൂത്ത് വരാം. തൂത്ത് വരിക ലൈറ്റ്. അക്ഷയുടെ മീൻ്റെ എങ്ങനെയാ അക്ഷയ്? എന്താ പറയുന്നത് അക്ഷയ്? വായിന്ന് കേട്ടിട്ട് അച്ഛാ നീ എന്ത് പറയുന്നത്? അത്രേ ഉള്ളു. ഒറ്റ മൈൻഡ്. പിള്ളേരെല്ലാം ഒറ്റ മൈൻഡ്. അപ്പോഴേ നമ്മളൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്നാ മീനാണെന്നറിയാൻ നേരം നല്ല ഓട്ടം ഓടുന്നുണ്ട് കിടന്ന്. തിലോപ്പിയാന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ല സൈസുണ്ട്. ഞാൻ പയ്യെ കയറ്റാൻ പറ്റുള്ളൂ. ഹാൻഡ് മെയ്ഡ് ഡാറ്റാണ്. സൈസ് തിലോപ്പിയാണോ? അത്യാവശ്യം സൈസുണ്ടല്ലേ? പാട്ട് കൊള്ളാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയാലാത്ത കേട്ടോ. നല്ല പിടുത്താൻ പിടിക്കണം. സിലോപ്പിയ രാമീനടിച്ച് നല്ല കിട്ടുക്കൻ സിലോപ്പി കേട്ടോ. ഗ്ലാസ് ഓഫാക്കിയിട്ട് എടുക്കണം മന്ദ. ഗൈസ് നല്ല ഹെവി ഒരു സിലോപ്പി കേട്ടോ. അത് പട്ടക്ക സാധനം. കൈയുടെ സൈസ് വെച്ച് നോക്കി. നല്ല സൈസുണ്ട്. നല്ല സൈസുണ്ട്. ആദ്യമായിട്ടില്ല ഇത്രയും വലിയ സിലോപ്പിയോ? പഠിച്ചിട്ടുണ്ട്. ഇവിടെ വന്നതിന് ശേഷം? ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ. കൈയുടെ സൈസായിട്ട് നോക്കി കിടുക്ക സാധനം. അതുപോലെ നമുക്ക് വേറെ കിട്ടുമെന്ന് നോക്കാം.
അടുത്ത മീൻ കേട്ടാ. ഐസ് നോക്കി കുട്ടിയിൽ ഏറ്റവും ചെറുത് ഇതാന്ന് തോന്നുന്നു. അത്യാവശ്യം സൈസാ.